കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ ഇരിക്കുന്നവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാ. ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. താവകതുമുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക, താവകതുമുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക. ദൂതവൃന്ദം സാദരം വാഴ്ത്തിടും ആശിഷദായക. ഹല്ലേലൂയ പാടുവാൻ, ഹല്ലേൽ പാടേ മാറുവാൻ ദയ തോന്നണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. ആണ്ടുകൾ ആകവേ തീർന്നിടും ആയതിൽ മുന്നമേ, ആണ്ടുകൾ ആകവേ തീർന്നിടും ആയതിൽ മുന്നമേ. നാഥ നിൻ കൈകളിൽ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ, നിത്യാനന്ദം നേടുവാൻ കൃപയേകണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളെ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി, ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമേ. വന്നാലും നിന്നാലയെ, തന്നാലും ജീവാവിയെ തിരുവാഗ്ദത്തം പോൽ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. കാഹളനാദവും കേൾക്കുവാൻ ആസന്ന കാലമായി, കാഹളനാദവും കേൾക്കുവാൻ ആസന്ന കാലമായി. വാനിൽ നീ വേഗത്തിൽ ശോഭിക്കും ആത്മമണാളനായി. നിൻ വരവിൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണും നീതാ. ഒരു കീഴണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ, ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. ആത്മതേജസ്സിനാലെ മേവാ. ഉണർവരുൾകൈന്നേരം ദേവാ. ആത്മതേജസ്സിനാലെ മേവാ. ഈ യുഗാന്ത്യവേളയിൽ
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 55-ാം സങ്കീർത്തനം അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നടത്തിപ്പിലും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോടെ അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ദർശനത്തിൻ്റെയും ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടം പ്രാർത്ഥനയാണ്. ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ പ്രാർത്ഥന പ്രാണനും ആത്മാവിനും അനിവാര്യമാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവസഹായത്തിൽ ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള സങ്കടത്തോടുള്ള ദാവീദിൻ്റെ കരച്ചിൽ രക്ഷകൻ്റെ ചെവിയിലെത്തി. ശത്രുവിൻ്റെ എണ്ണം വളരെ അധികമായിരുന്നിട്ടും സമാധാനത്തോടെ യുദ്ധത്തിൽ ജയാളികളായി തീർന്നു. എന്നാൽ പ്രാർത്ഥന അവഗണിക്കുന്നത് പാപമാണ്. അതിന് റഫറൻസ് ഉണ്ട്. അതായത് 1 ശമൂവേൽ 12-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോടെ പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ ഒരു വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വേദന നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അതൊരു പാപമാണെന്നാണ് നമുക്ക് വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന്ന് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യജീവിതത്തിൽ ദൈവകൃപയുടെ പ്രവർത്തനത്തെ അത് തടയുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, കാലഗതിയിലോ സാംസ്കാരിക പരിവർത്തനത്താലോ പ്രാർത്ഥന കാലഹരണപ്പെടുന്നില്ല. ലോകത്ത് ഒരു ശക്തിക്കും പ്രാർത്ഥനയെ തടുക്കുവാൻ കഴിയുകയില്ല. അത് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ഒരു രോഗിയായൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സകല പാപങ്ങളെയും കർത്താവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തോടും മനുഷ്യനോടും എന്നോടും ഉള്ള കുറ്റമറ്റ മനസാക്ഷിയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളും അതേ സമർപ്പണത്തിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം വരുന്നു. അത് കർത്താവ് ഔദാര്യമായി നമുക്ക് തന്ന ഒരു നന്മയാണ്. അത് ഔദാര്യമായി നിങ്ങൾക്ക് തരാൻ വേണ്ടി കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഹല്ലേലൂയ. അത് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളോടൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, നമുക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, അതെ, പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പല വിഷയത്തിനകത്തും ദൈവം ഒരു അത്ഭുത മറുപടി തന്നു. അത് നമ്മുടെ കഴിവും പ്രാപ്തിയും കൊണ്ടൊന്നുമല്ല, ദൈവം കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാറ്റിനും പരമമായ ലക്ഷ്യം ദൈവമഹത്വമാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ.
അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ആകയാൽ ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അവൻ നമ്മെ രക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് എന്നോടും പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ദാവീദ് ഇവിടെ പറഞ്ഞത് എന്താണ്? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഹല്ലേലൂയ. അവിടെ എണ്ണത്തിൽ വലിപ്പമുള്ള, എണ്ണത്തിൽ വളരെയധികം ജനപ്പെരുപ്പത്തിനകത്ത് യുദ്ധം ചെയ്യാൻ ദാവീദ് പോയത് സമാധാനത്തോടെയാണ് പോയി യുദ്ധം ചെയ്തത്. കാരണം എന്താണ് ആ സമാധാനത്തോടെ യുദ്ധം ചെയ്യുവാൻ കാരണം? ദൈവസന്നിധിയിൽ ഇരുന്ന് വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കുമൊക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദാവീദിന് കൃപ കൊടുത്തു, ശക്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും നമുക്ക് പിതാവിനോട് യാചിച്ചാൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ദാവീദിൻ്റെ വിഷയം? അത്രയും വലിയ ജനപ്പെരുപ്പത്തിനകത്ത് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. അവിടെ ഒന്നും പേടിക്കാതെ വളരെ ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ ദാവീദ് യുദ്ധം ചെയ്യാൻ പോയി. ജനത്തെ ഇല്ലാതാക്കി, ശത്രു സൈന്യത്തെ വലിയ ശത്രുവിൻ്റെ ഭയങ്കര ശത്രുവിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. നമുക്ക് ഒരു ശത്രുവായി ഇരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്കങ്ങ് ഭയമാണ്. ദൈവമേ, ഇനി അവൻ എന്തായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? വളരെയധികം മാനസികമായ സംഘർഷ അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട് അസ്വസ്ഥരായി നമ്മൾ കഴിയും. എന്നാൽ ഒരു കാര്യം ഓർക്കണം പ്രിയ ദൈവ പൈതലേ, മനുഷ്യരാരും നമുക്ക് ശത്രുവല്ല. നമ്മളെ ദ്രോഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്കകത്ത് വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതാണ് ശത്രു എന്ന് പറയുന്നത്, മനുഷ്യനല്ല ശത്രു. അപ്പോൾ ദാവീദ് അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാഗൽഭ്യത്തോടെ യുദ്ധം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? യുദ്ധം യഹോവയ്ക്കുള്ളതാകയാൽ സ്തോത്രം, ആ യുദ്ധത്തിൽ ദാവീദിൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിച്ച് ജയോത്സവമായി വന്നു. എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയുവാനൊരു സന്ദേശമുണ്ട്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടാണോ നീ നിൽക്കുന്നത്? ദൈവസന്നിധിയിൽ നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം പരമാർത്ഥ ഹൃദയത്തോടെ ആണോ നീ ജീവിക്കുന്നത്? ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. പതറിപ്പോകരുത്. ചാഞ്ചാടി അല്ലെങ്കിൽ അല്പവിശ്വാസം ഉണ്ടാകരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് 3 വിശ്വാസത്തെക്കുറിച്ച് പറയും. സംശയമുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസം, സാത്താൻ്റെ വിശ്വാസം. ഉറച്ച വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാഗൽഭ്യത്തോടെ, സ്വയത്തോടും മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പാ ദൈവ പൈതലേ നിന്റെ വിടുതൽ. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം മോറിയ മലയിലേക്ക് പൈതലിനെയും കൊണ്ട് പോയി. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മുന്നിൽ ദൈവം മോറിയാമലയിലേക്ക് ആ താഴ്വരയിൽ കൂടി അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിൽ നിന്ന് ബാലനെയും യാഗത്തിനുള്ള യാഗപശുവായ ബാലനെയും വിറകുമായിട്ട് പോയപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ താഴ്വരയിൽ നിന്ന് ആടും കയറുക മോറിയാമലയിലോട്ട്. ഒരിക്കലും തനിക്ക് വാഗ്ദത്തം ചെയ്ത സന്തതിയെ ദൈവം ഒരിക്കലും തകർക്കുവാൻ അനുവദിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള മക്കൾ, അല്ലെ നമ്മുടെ കുടുംബത്തിൽ, അല്ലെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ദൈവം തൊടുമെന്ന് പറയുമ്പോഴും ദൈവമാണ് തൊട്ടതെങ്കിൽ നമ്മളെന്തിനാ പേടിക്കേണ്ടത്? ദൈവമല്ലേ തന്നത്. ദൈവം അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അല്ലേ നടക്കുന്നത്. അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കണമേ. ദൈവമാണ് നിങ്ങൾക്ക് ആ തലമുറയെ തന്നതെങ്കിൽ ആ തലമുറയുടെ വിഷയത്തിൽ അവൻ ജനിക്കുന്നതിന് മുമ്പേ, അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് ആ പൈതലിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ശത്രുവിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്താണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം? ഞാൻ പറഞ്ഞതിൻ്റെ പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല.
ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ശത്രുവിന് ഭയങ്കര ഭയമാണ്. പ്രസംഗിക്കുന്നവരെയോ പാടുന്നവരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെട്ട് ആയിരിക്കുന്നവരെക്കുറിച്ച് ശത്രുവിന് വലിയ ഭയമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ മുട്ടുമടക്കി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു ഭവനത്തിനകത്തുണ്ടെങ്കിൽ നിശ്ചയമായും ശത്രുവിന് അടുക്കാൻ ഭയമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഏത് പ്രതിസന്ധികൾ കൂടിയാണ് കടന്നു പോകുന്നത്, ഏത് പ്രശ്നത്തിനകത്തൂടെയാണ് നിങ്ങൾ കടന്നു, നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ മുട്ടുമടക്കി ദൈവത്തോട് നമ്മുടെ അപേക്ഷകളെ കഴിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം അവിടെ അടങ്ങിയിരിക്കത്തില്ല. ഇന്ന് നീ ഏത് തരം കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും ആ കഷ്ടത്തിന് മറുപടി തരുവാൻ സർവശക്തനായൊരു ദൈവം നമ്മുടെ അടുത്തുണ്ട്. ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോൾ അതെ ഹന്നയുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിഞ്ഞ് അത് ശൗമേലിനെ കൊടുത്തു എങ്കിൽ, ഹല്ലേലൂയ, ഹാഗറിൻ്റെ പൈതലിൻ്റെ കണ്ണുനീർ കണ്ടിട്ട് ദൈവം അവിടെ അടങ്ങിയിരുന്നോ? ഹല്ലേലൂയ, ഇന്ന് ഏതെങ്കിലും തരത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ നീ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക്. നിങ്ങളൊരു കുറച്ച് ദിവസം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ അതേ പ്രാഗൽഭ്യത്തോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നമുക്ക് സ്വയമേ ശരിയാകാനൊന്നും കഴിയത്തില്ല ദൈവ പൈതലേ. എന്നാൽ ഹല്ലേലൂയ, ആത്മസമർപ്പണത്തോടെ ഇരിക്കാനുള്ള ദൈവകൃപ തരണമെന്ന് ദൈവത്തോട് കൃപ യാചിക്കുമ്പോൾ ദൈവം കൃപ തന്നാൽ ആ കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഏത് വിഷയത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത് ആ വിഷയത്തിന് ഇന്ന് പകൽക്കാലം ഒരു മറുപടി ലഭിക്കുന്ന പകൽക്കാലമാണെന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരണമേ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ, എൻ്റെ അപേക്ഷയുടെ മുന്നിൽ നീ എന്നെ ഉപേക്ഷിക്കരുതേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഏത് വിഷയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ആ വിഷയത്തിന് പരിഹാരകനായൊരു ദൈവം ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ഈ പ്രതികൂലങ്ങൾ മല പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ആ മലയ്ക്കപ്പുറത്ത് ദൈവം നിപ്പുണ്ട്. ആ കർത്താവിനെ ആദ്യം കാണ്, ആ പ്രതികൂലത്തെ കാണാതെ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും കണ്ണുമടച്ച് ഹല്ലേലൂയ ദൈവത്തോട് അതെ നമ്മുടെ ഏത് ആവശ്യമാണോ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലമാണോ ആ വിഷയം ഞങ്ങളിവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങളും അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ദിവസങ്ങളിൽ നന്മയ്ക്കൊരടയാളം ദൈവം ചെയ്യാൻ പോവാം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറയുക. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുക കർത്താവേ. ഞങ്ങൾ അതേ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ അങ്ങേ ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങ് മാത്രം ദൈവമാണെന്ന് വിശ്വസിക്കുകയും അങ്ങയിൽ കൂടി സകലവും സാധ്യമാണെന്നും സകല അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് ഉയരത്തിലുണ്ട്. ആ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സിലിയുന്ന ഒരു നല്ല ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ കൂടി മാത്രമേ, യേശു കർത്താവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ കടന്നു പോകുന്ന വേദനയിൽ കൂടാണോ ആമേൻ ആ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു പരിഹാരം തരുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ സന്നിധി. എത്ര കാലപ്പഴക്കമുള്ള പ്രശ്നമാണെങ്കിലും, എത്ര വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടും ഇന്ന് മറുപടി ലഭിക്കാതെ ഇരുന്നെങ്കിൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമുള്ളത്? ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ അതിൽ കർത്താവെ ഏത് അകൃത്യത്തിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നോ അതിൽ ഞങ്ങൾക്ക് വിടുതലായി ഞങ്ങളുടെ പാപങ്ങളെ കർത്താവെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കർത്താവെ, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നു. നിർമ്മല ഹൃദയത്തോടെ, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ, നീതിയോടെ, സത്യത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ അതേ ഞങ്ങൾ പരസ്പരം വിശ്വസ്തരായി ഞങ്ങൾ ഒരുമിച്ച് നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളാണോ, പ്രശ്നങ്ങളാണോ, പ്രതിസന്ധികളാണോ അതിൻ്റെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് അവരുടെ പരാജയങ്ങളെ ജയമാക്കി ഇന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ.
കർത്താവെ ഏത് പ്രതികൂലങ്ങളാകുന്ന അതെ ശത്രുക്കൾ കർത്താവെ തങ്ങളെ ഇടതും വലതും മുന്നും പിന്നും നിന്ന് തങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കുന്നത് പോലെ ആമേൻ മുന്നോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പോലെ ആമേൻ സകല കർത്താവെ ശത്രുവിൻ്റെ ബന്ധനത്തിൽ നിന്നും ഇന്ന് പകൽക്കാലം സകല ബന്ധനങ്ങളെ പൊട്ടിച്ചു മാറ്റി അതേ മുദ്രയിട്ട് പിശാചി വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ആമേൻ പുസ്തകങ്ങളെ തുറപ്പാൻ അതിൽ 7 മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. നിന്റെ മക്കൾ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും അങ്ങ് മാറ്റിയതിനായി സ്തോത്രം. അങ്ങ് കർത്താവെ അത്ഭുതകരമായൊരു മറുപടി നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. അവരുടെ കർത്താവെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ സകല മേഖലകളിലും അതിരിട്ട് പിശാച് അതെ ബൗണ്ടറി ഇട്ട് വെച്ചിരിക്കുന്ന ചില ബൗണ്ടറികൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൊട്ടിമാറട്ടെ. അതിരുകൾ വിശാലമാകട്ടെ കർത്താവെ. ദൈവത്താലുള്ള വാതിലുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെയും ജീവിതത്തിൽ നിന്റെ മക്കളുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തി വെളിപ്പെട്ട് കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളൊരു കർത്താവെ വിഷയത്തെ കർത്താവെ ഫോക്കസ് ചെയ്ത് അതിനെ ഞങ്ങൾ ദർശനം കണ്ട് ആ വിഷയം നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ വിഷയത്തിന് അത്ഭുതകരമായൊരു മറുപടി തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന കർത്താവേ ഹല്ലേലൂയ, നിൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. അവരും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിൻ്റെ മക്കളുടെ വിഷയത്തിനൊരു അത്ഭുത മറുപടി കൊടുത്തതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഈ 2024 തീരാൻ ഇനി 4-5 ദിവസം ഞങ്ങളുടെ മുന്നിലുള്ളൂ. വളരെയധികം കർത്താവെ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഈ 24 തീരുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച നിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയത്തിന് 24 തീരുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർണാടക സംസ്ഥാനത്തിൽ കർത്താവെ സകല കുഞ്ഞു കുട്ടികൾ മുതൽ ആബാലവൃദ്ധം ജനത്തെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ യൂത്തുകളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. വളരെ വല്ലാത്തൊരു കാലമാണ് കർത്താവെ. ഹല്ലേലൂയ, ഈ ദേശത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നും ദുർമാർഗികളുമായി തീരാതെ കുഞ്ഞുങ്ങളെ കർത്താവെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാനുള്ള സകല വഴികളും വാതിലുകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ തുറന്നു കൊടുത്താട്ടെ. ഹോസ്റ്റലുകളിലും PGകളിലും ഒക്കെ കഴിയുന്ന കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ കഴിയുന്ന മക്കൾ, കോളേജുകളിലും സ്കൂളിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. യൗവനകാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിക്കട്ടെ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കൊരു പരിധിവരെ പ്രാർത്ഥിക്കുവല്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ആരോടും സംസാരിക്കുവാനുള്ള കർത്താവെ സാഹചര്യം ഞങ്ങൾക്ക് ഇല്ല. എന്നാൽ സാഹചര്യങ്ങളെ ഒരുക്കി തരുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സുവിശേഷം എത്തപ്പെടാത്ത ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം എത്തപ്പെടുവാൻ കർത്താവ് ഈ 24 തന്നെ ഒരു വഴിയും വാതിലും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള സകല മത നേതാക്കന്മാർ, ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, സകല ഡിനോമിനേഷനും കർത്താവെ നോക്കാതെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല ഡിപ്പാർട്ട്മെൻറ്റുകളെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവെ. ഇവിടെയുള്ള സകല കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, വിശ്വാസി സമൂഹങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തോടും കരുണ തോന്നണം, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഈ ദിവസങ്ങൾ കർത്താവെ ഒരുപാട് കർത്താവെ അനർത്ഥമായ അനർത്ഥങ്ങൾ സംഭവിച്ച്, മരണങ്ങൾ സംഭവിച്ച് ആ ഭവനങ്ങളൊക്കെ അസ്വസ്ഥമായി കർത്താവെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ തകർന്നു നുറുങ്ങിയിരിക്കുമ്പോൾ ആ ഹൃദയത്തിൽ വളരെ ആഴമായ മുറിവുകൾ കൊണ്ട് വേദനിക്കുന്ന കുഞ്ഞുങ്ങളോടങ്ങ് മനസ്സലിയണം. മാതാപിതാക്കള്, സഹോദരങ്ങൾ എല്ലാവരോടും നീ മനസ്സലിയണമേ. രോഗികളായി, ക്ഷീണിതരായി, ആമേൻ, പ്രതികൂലങ്ങളായി ശൂന്യതയിൽ കൂടി കടന്നു പോകുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. കർത്താവെ ജനസമൂഹത്തെ തിരികരം കോടിക്കണക്കിന് ജനം വിടുവിക്കപ്പെടുവാൻ കിടക്കുമ്പോൾ എണ്ണപ്പെട്ട ചിലർ മാത്രം കർത്താവിനെ കണ്ടു. എന്നാൽ എൻ്റെ ദൈവം അമേ സ്തോത്രം ഒരു ഹല്ലേലൂയ മതത്തിൻ്റെ സംഘടനയുടെ ദൈവമല്ല. കർത്താവെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ ദൈവമായിരുന്നവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വന്ന് അമേ സകല ജാതികൾക്കും സകല കർത്താവെ ലോകത്തുള്ള സകല മാനവരാശിയെ രക്ഷിക്കുവാനാണ് വന്നതെങ്കിൽ കർത്താവെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്നും, നിത്യമരണത്തിൽ നിന്നും വിടുവിക്കാൻ വന്ന കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ദൈവത്തോട് അവൻ ആകർഷിക്കുവാൻ തക്കണം ഈ ദിവസങ്ങൾ ഒരു കൂട്ടം ജനത്തെ നീ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ.
ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. എല്ലാ ജനത്തോടും അങ്ങ് കരുണ തോന്നണമേ. വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളും ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കർത്താവേ നിൻ്റെ മക്കളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് മിഷണറിമാരായി പോയിരിക്കുന്ന നിൻ്റെ മക്കളോട് കരുണ. അവരുടെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സ്തോത്രം വളരെ പ്രതികൂലങ്ങൾ കൂടിയാണ്. അതേ മിഷണറി യാത്ര ചെയ്യുമ്പോൾ കർത്താവേ അവരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം മുന്നമേ പുറപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവേ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന കർത്താവേ സ്തോത്രം കരയിലും കടലിലും അതേ സ്തോത്രം ആകാശത്തിൽ കൂടി കടന്നു പോകുന്ന ഫ്ലൈറ്റിലും ഒക്കെ ആയിരിക്കുന്ന ജനത്തെ തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ദിവസങ്ങൾ അപകട മരണങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ്റെ കരുണയും കാവലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ ജനവാസയോഗ്യമുള്ള സകല ഭൂഖണ്ഡങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരൊറ്റ വ്യക്തി പോൽ നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ല. എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് പാപമാണെന്ന് ഞങ്ങളെ ഒന്നുകൂടെ പരിശുദ്ധാത്മ വ്യക്തമായി മനസ്സിലാക്കി തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടംപെട്ടവരെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാപമാണെന്ന് ഞങ്ങളെ വ്യക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നെങ്കിൽ കേൾക്കുന്ന നിൻ്റെ മക്കളെ, നീ കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾക്കും അടിയനും ഒരുപോലെ വിടുതലാകുവാൻ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകലരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കും വിരുദ്ധമായി പൊങ്ങുന്ന ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളും വാഴുന്ന സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും ലോകത്തിന്റെ ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രേനായ യേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങളെ കർത്താവ് തകർത്തു മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അങ്ങ് സകല ജനത്തെയും വിടുവിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധയോട് കേട്ടതിനായി നന്ദി പറയുന്നു. കർത്താവേ ഇന്ന് പകൽക്കാലവും ഞങ്ങളെ ജയോത്സവമായി നടത്തി സകല ശത്രുക്കളെയും അടക്കി ഞങ്ങൾക്ക് സ്വസ്ഥത തരുന്നതിനായി സ്തോത്രം. സമാധാനത്തോടായിരിക്കാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നാളെ പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവികമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.